മരണമാസ്. റൈറ്റർ സിജു സണ്ണി, ഡയറക്ടർ ശിവപ്രസാദ്. സോ സിജു സണ്ണിയുടെ കൂടെ തന്നെ ശിവപ്രസാദും ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സിജു സണ്ണി നമുക്ക് എല്ലാവർക്കും അറിയാം, രോമാഞ്ചത്തിലൊക്കെയുള്ള പുള്ളിയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ പല സിനിമകളിലും ഉണ്ട്. സ്റ്റാറിംഗ് ബേസിൽ ജോസഫ്, അനിഷ്മ, അതുപോലെ തന്നെ സിജു സണ്ണി, ബാബു ആന്റണി, സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവൻ, അതുപോലെ തന്നെ പൂജ മോഹൻ, ജോമോൻ ജ്യോതിർ. അങ്ങനെ ഒരു യങ് ആയിട്ടുള്ള കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അഭിനയിച്ചിട്ടുള്ള ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള സിനിമ. അതായത് ഒരു എന്താ പറയുക, നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു കോമഡി ട്രൈ ചെയ്യാതെ കുറച്ചും കൂടി വന്നിട്ട് ഓവർ ദ ഡു ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി മരണമാസ് ഫസ്റ്റ് ഇംപ്രഷനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെ നമ്മൾ പറയുന്നില്ല, ഒരു കോമഡി, കംപ്ലീറ്റ്ലി ഒരു കോമഡി ജോണറാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇതൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഓവർ ഡു ആയിട്ടുള്ള, ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും കുറച്ചും കൂടി ഒരു പൊടിക്ക് ഓവർ ഡു ചെയ്യണം എന്നുള്ള പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ആ ഒരു മോഡിൽ വന്നിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ബേസിൽ ജോസഫ് പിന്നെ പുള്ളിയുടെ ലുക്കും പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ, മറ്റേ ഒരു മെർസൽ വിജയ് ഇൻട്രൊഡക്ഷനും പരിപാടികളൊക്കെ ആയിട്ട് ബേസിൽ ജോസഫ് പുള്ളിയുടെ ഒരു കംഫർട്ട് സോണിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ടല്ലോ, അത് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ആക്ച്വലി മരണമാസം. കാരണം പുള്ളി ഒരു കോമഡി പരിപാടിയിലേക്ക് വരുന്ന സമയത്തേക്ക് വെച്ചാൽ നമുക്ക് ബൈ ഡീഫോൾട്ട് നമുക്ക് ചിരി വരുന്ന ഒരു ടൈപ്പ് ഒരു പരിപാടി ബേസിലിൽ പിടിക്കാൻ പറ്റും. അത് ഈ പടത്തിൻ്റെ അകത്തുണ്ട്. നിർമ്മാണം ആക്ച്വലി ടോവിനോ തോമസ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു കോമഡി ഇതാണെങ്കിലും കൂടി നമ്മുടെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ബ്രേക്ക് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഒരു സീരിയൽ കില്ലിംഗ് പരിപാടി അതിൻ്റെ ഇടയിലുണ്ട്. കാരണം മരണമാസം ബനാനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സീരിയൽ കില്ലർ ആംഗിൾ ഉണ്ട്. ആ സീരിയൽ കില്ലറായിട്ട് നമ്മുടെ രാജേഷ് മാധവൻ വരുന്നു. ആ സീരിയൽ കില്ലറിൻ്റെ ഒരു ലുക്സ് ആൻഡ് മാനറിസം തന്നെ വന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ ഈ സിനിമ വന്നിട്ട് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിനിമയായിട്ട് ഇനീഷ്യലി തന്നെ ഡയറക്ടറും ആ ഒരു മേക്കിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ ഈവൻ ട്രെയിലർ ആണെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മളൊരു അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉണ്ടാവില്ല. അതായത് ഇത്തരത്തിലുള്ള സിനിമ, അതായത് കോമഡിയാണ്, പക്ഷേ നമുക്ക് ഒരു വേറെ രീതിയിലുള്ള കോമഡി, ലെറ്റ്സേ നമ്മളിപ്പോൾ ഒരു സ്പൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് അതെല്ലാം കോമഡിയാണ്, സ്പൂഫ് ഫിലിമായിട്ടുള്ള ഇതെടുക്കുക, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള സിനിമയുടെ വേറെ രീതിയിലാണെങ്കിൽ ഡാർക്ക് കോമഡി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അത്തരത്തിലുള്ളൊരു സിനിമയാണ് ആക്ച്വലി മരണമാസം എന്ന് പറയുന്നത്. ബേസിലിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് മെയിനായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാളാണ് സുരേഷ് കൃഷ്ണ. നമ്മൾ ചില സമയത്ത് സുരേഷ് കൃഷ്ണ വന്നിട്ടൊരു ആചാരഭാവമായിട്ടുള്ള ഒരാൾ, ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ആൾ. പക്ഷെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഇതിനകത്ത്, ക്യാരക്ടറിൻ്റെ പേര് മുതൽ എല്ലാം വന്നിട്ട് ഒരു എന്താ പറയുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളായിട്ടാണ് ആക്ച്വലി കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് ആക്ച്വലി സിജു സണ്ണി കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രാജേഷ് മാധവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടിയും ഒരു സീരിയൽ കില്ലർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് മാറി അതിനൊരു എന്താ പറയുക വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്ത വരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ആക്ച്വലി ചെയ്യാൻ വേണ്ടിയിട്ട് ശിവപ്രസാദിനെ പറ്റിയിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ജയ് ഉണ്ണിത്താനാണ്. ഒരു മരണമാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരണമിതോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ രസമുണ്ടായിരുന്നു. ധീരജ് രവിയാണ് സിനിമാറ്റോഗ്രാഫർ. നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഒരു സെറ്റ് ഓഫ് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ഏരിയയിൽ മാത്രം നിൽക്കുന്ന ഒരു ക്ലോസ് സ്പേസിൽ നിൽക്കുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അത് കുറച്ചും കൂടിയും എന്താ നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരും. പിന്നെ നൈറ്റ് ഷോട്ട്സ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വിനി ധീരജ് രവിക്ക് പറ്റിയിട്ടുണ്ട്. എഡിറ്റർ ചമൻ ചാക്കോ അഗെയിൻ ദ സെയിം ഇഷ്യൂ വരും. കാരണം ഒരു ക്ലോസ്ഡ് സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അത് ആൾക്കാർക്ക് ഭയങ്കര അത് പറഞ്ഞില്ല, അതൊരു പോരായ്മയായിട്ട് ഈ സിനിമേൻ്റെ അകത്ത് ഉണ്ട്. അത് എപ്പോഴും എല്ലാ ഇത്തരത്തിലുള്ള സിനിമയ്ക്ക് സംഭവിക്കുന്നത്. നമ്മളൊരു ക്ലോസ് സർക്കിളിലേക്ക് ഒരുപാട് നേരം ഒരു സീന് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ബോറടി ഫീൽ ചെയ്യും. അതുതന്നെയാണ് ആക്ച്വലി ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ ശേഷം വന്നിട്ട് ഒരു എപ്പിസോഡിലേക്ക് ഈ സിനിമ വരുന്ന സമയത്ത് കുറച്ച് പിന്നെ ഇതൊന്ന്
ഒരു ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങും. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ വേറൊരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഇമോഷണൽ അതായത് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് വേറെ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ള സിനിമയാണെങ്കിൽ കൂടി ഒരു ലെവലിൻ്റെ എന്താ പറയുക ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നിട്ട് സീരിയസ് ആകുമ്പോൾ നമുക്കത് ദഹിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആക്ച്വലി സിജു സനയുടെ ഒരു ഇമോഷണൽ ഡ്രോപ്പുള്ള ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ ചില സമയത്ത് ബേസിൽ ഭയങ്കര ഇതാവുന്നു, ഐ മീൻ സെക്കൻഡ് ഹാഫിലൊക്കെ ചില സമയത്ത് സീരിയസ് ആവുന്നു. അത് നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സിനെ എൻറ്റയർലി വേറെ രീതിയിലേക്ക് കൊണ്ടുവരുന്നില്ല. അത് കുറച്ച് ഒന്ന് ഡൗൺ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഈ സിനിമയുടെ ടോട്ടാലിറ്റീനെ ബാധിക്കുന്ന പോലെ തന്നെയും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഉടനീളം ഉണ്ടാകും പ്രശ്നം. ആക്ച്വലി ഇൻ്റർവെൽ വരെയും വന്നിട്ട് എനിക്ക് ഇൻ്റർവെല്ലിൻ്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഒരു ബോറടി ഈ ഫിലിമിൽ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു നല്ലൊരു കോമഡി വരും. ഫോർ എക്സാമ്പിൾ വന്നിട്ട് ബാബു ആൻ്റണിയും ബേസിലായിട്ട് ലാസ്റ്റ് ഒരു കോമഡി ഉണ്ട്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് നല്ല കിടിലം കോമഡികളുണ്ട്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പാളിപ്പോയ കോമഡികളുണ്ട്. എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഇവരെല്ലാവരും വന്നിട്ടെന്ന് വെച്ചാൽ നല്ലൊരു കോമഡി സിനിമ എടുക്കാനാണ് ഇവരെല്ലാവരും ശ്രമിക്കുന്നത്. കാരണം ഇവർ മാത്രമല്ല, ഇപ്പം നിങ്ങൾ വന്നു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഒരു കോമഡി സബ്ജക്റ്റ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവർക്കൊന്നും അതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ലെവൽ വരെ ഇവർ എത്തുന്നുണ്ട്, പക്ഷേങ്കിൽ അവർക്ക് കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത പോലെ എനിക്ക് ഈ മരണമാസം കണ്ടപ്പോഴും ഫീൽ ചെയ്തു. ഞാൻ ആക്ച്വലി ഇതിന് കുറച്ചും കൂടി ഇനീഷ്യലി കുറച്ചുകൂടി ഹൈപ്പ് ഈ മൂവിക്ക് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എനിക്ക് ആക്ച്വലി മരണമാസത്തിൽ കൊടുക്കില്ല. ഈവൻ ദോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുതുമയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പം ഞാൻ കണ്ടുവരുന്നതാണ് വേണം തന്നെ വെച്ചിട്ട് ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇത് വേണം തന്നെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ക്ലീഷയായി മാറുന്നുണ്ട്. അത് നാച്ചുറലി സംഭവിക്കാതെ നമ്മൾ വേണം എന്ന് വെച്ചിട്ടൊരു ക്ലീഷേ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നില്ല. അത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത് ക്ലീഷയാണ്, ഇത് നമ്മൾ ബ്രേക്ക് ചെയ്ത് പറ്റുമെന്ന് പറയുന്ന സമയത്ത് അതൊരു ക്ലീഷയായി മാറുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മരണമാസം എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഹോളിഡേ സീസണിൽ പോയിരുന്ന് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ബേസിലിൻ്റെ നല്ല പെർഫോമൻസ്, അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ജോമോൻ ജ്യോതിർ ആ ഒരു ക്യാരക്ടറൈസേഷൻ, ജോമോൻ ജ്യോതിറിൻ്റെയും അതുപോലെ തന്നെ വന്നിട്ട് പൂജ മോഹൻരാജിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് ഇടയിൽ വരുന്നത് അതെനിക്ക് ഭയങ്കര നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള കോമഡി അത് നന്നായിട്ട് വർക്ക് ആകുമ്പോൾ എനിക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു എപ്പിസോഡ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അവരെൻ്റെ ഒരു നന്നായിട്ട് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതെല്ലാവർക്കും എനിക്ക് തോന്നുന്നു അത് ചില സമയത്ത് ചില ആൾക്കാർക്ക് അത്ര വർക്ക് ആവണം, ബട്ട് എനിക്ക് ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്തു. ആകമൊത്തത്തിൽ മരണമാസ് ഒരു തവണ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും പോയി മരണമാസ് തിയേറ്ററിൽ കാണാം. സോ ഡു വാച്ച് മരണമാസ് തിയേറ്റർ.